ഇറാൻ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. രാജ്യത്തിന്റെ സമ്പത്ത് ആയുധങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടിയും ന്യൂക്ലിയർ പദ്ധതികൾക്ക് വേണ്ടിയും യുദ്ധങ്ങൾക്ക് വേണ്ടിയുമാണ് ഇറാൻ ഭരണകൂടം ചെലവഴിക്കുന്നത് എന്ന ബോധവൽക്കരണ പ്രഭാഷണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറാൻ ജനങ്ങളോട് നടത്തിയിരിക്കുന്നത്. ഹമാസിനും ഹിസ്ബുല്ലയ്ക്കും ഹൂത്തികൾക്കും ശേഷം ഇറാനായിരിക്കും എന്ന സൂചനയാണ് നെതന്യാഹുവിന്റെ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇറാനെ ഒരു ഭാഗത്ത് ഒതുക്കുക, അതല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചിട്ടുകൊണ്ട് പൂർണ്ണമായും ഇറാനെ തകർക്കുക. ഇതിനുള്ള സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാലും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാലും അവസാനിക്കുന്നത് ഇറാൻ ഷിയ ഭരണകൂടമായിരിക്കും. ഗാസ യുദ്ധത്തിൽ നിന്നും ഹിസ്ബുല്ലയുമായും ലബനാനുമായുമുള്ള യുദ്ധത്തിലേക്ക് നയിക്കുന്നതുവരെയും നെതന്യാഹുവിന്റെ ഗ്രാഫ് ദേശീയവും അന്തർദേശീയവുമായ നിലയിൽ ഏറ്റവും താഴേക്കടയിൽ നിന്ന സന്ദർഭത്തിലാണ് ഈ തിരിച്ചുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധവും അധിനിവേശവും അവസാനിപ്പിക്കണമെന്ന ആവശ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു വരുമ്പോഴും നെതന്യാഹുവിനെ തന്റെ രാഷ്ട്രത്തിൽ തനിക്കുള്ള സ്വീകാര്യത ഉയർന്നു വന്നിരിക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടിയും ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയും ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങുകയും നെതന്യാഹുവിന്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ശക്തമായി പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ നിന്നും നെതന്യാഹുവിനെ രക്ഷപ്പെടുത്തിയത് ഒരർത്ഥത്തിൽ ഹിസ്ബുല്ലയാണ്. ഒരു വർഷത്തെ ഗാസ യുദ്ധം ഒരു പാഠമെന്നോണം മുന്നിൽ നിൽക്കുമ്പോഴും ഒരു യുദ്ധത്തിലേക്ക് പാഞ്ഞു കയറിയപ്പോൾ പിഴച്ചത് ഹിസ്ബുല്ലയുടെ കണക്കുകൂട്ടലുകളാണ്, അതല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസമാണ്. അറബ് ഇസ്രായേൽ ശത്രുതയേക്കാൾ തീവ്രമാണ് ഷിയ സുന്നി ശത്രുത. ഈ ഭിന്നത ഗാസ യുദ്ധത്തിലും പ്രതിഫലിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ഇറാൻ പിന്തുണക്കുന്ന ഹിസ്ബുല്ല, ഹൂത്തികൾ, ഇറാഖിലെ സായുധ ഗ്രൂപ്പുകൾ ഇവരൊക്കെയും ഗാസ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചപ്പോൾ കൂട്ടക്കൊല നടന്ന സാഹചര്യങ്ങളിൽ പോലും സുന്നി മേധാവിത്വമുള്ള അറബ് രാഷ്ട്രങ്ങളൊന്നും ഇസ്രായേലിനെതിരെ കാര്യമായ ശബ്ദങ്ങളൊന്നും ഉയർത്തിയിരുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. പേരിനെന്നോണം ചില പ്രതികരണങ്ങൾ നടത്തിയതൊഴികെ ഹമാസ്, ഹിസ്ബുല്ല, ഹൂത്തി തുടങ്ങിയ സംഘടനകൾക്ക് ആയുധങ്ങളും പണവും നൽകി പിന്തുണ നൽകുന്നത് ഇറാനാണ് എന്നതിൽ തർക്കമില്ല. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഫലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തെ സുന്നി മേധാവിത്വമുള്ള രാഷ്ട്രങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ഗാസ യുദ്ധം നടക്കുന്ന ഈ കാലഘട്ടങ്ങളിലുടനീളം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാവുന്നതാണ്. സുന്നി മേധാവിത്വമുള്ള അറബ് രാഷ്ട്രങ്ങൾ ഹമാസിനെയോ ഹിസ്ബുല്ലയെയോ ഇറാന്റെ വാക്കുകളെയോ പിന്തുണക്കുവാൻ പൂർണ്ണമായും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നതും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഗാസയിൽ അഭയാർത്ഥി കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെടുകയും ദിവസവും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പോലും സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ സമ്പന്ന രാഷ്ട്രങ്ങളൊന്നും ഇസ്രായേലിനെതിരെ ക്രിയാത്മകമായ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ചില വാക് പ്രതികരണങ്ങൾ നടത്തി എന്നതിലുപരി ഇസ്രായേലിനെ അക്രമത്തിൽ നിന്നും അധിനിവേശത്തിൽ നിന്നും തടയുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും ഈ സമ്പന്ന അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വസ്തുത, ഈ സംഘർഷങ്ങൾ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇറാൻ നേതൃത്വത്തിലുള്ള ഒരു ഫലസ്തീൻ വിമോചന സമരം, പ്രത്യേകിച്ചും ഒരു സായുധ സമരത്തിന്റെ വിജയം ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സുപ്രധാനമായ ഒരു വസ്തുത. അതോടൊപ്പം ഇറാനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അറബ് ധ്രുവീകരണവും ഇവരാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ അധിനിവേശത്തിനും ആക്രമണങ്ങൾക്കുമെതിരെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നിക്കണം എന്ന ഇറാന്റെ ആഹ്വാനങ്ങൾക്ക് നേരെ ഒരു വിധത്തിലുള്ള പ്രതികരണവും ഇവരാരും നടത്താതിരുന്നത്, ഒരു വിലയും കൽപ്പിക്കാതിരുന്നത്. എന്നാൽ ഫലസ്തീൻ കൂട്ടക്കുരുതിയിലും ഇസ്രായേൽ അധിനിവേശത്തിലും ഫലസ്തീന്റെ സ്വാതന്ത്ര്യ വിഷയങ്ങളിലുമൊക്കെയും ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം അവരുടേതായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടുതാനും. എന്നാൽ
ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ മുന്നിട്ടിറങ്ങി നടത്തുന്ന ഈ പോരാട്ടത്തിന് പിന്തുണ നൽകുവാൻ ഈ രാഷ്ട്രങ്ങളൊന്നും കാര്യമായ താല്പര്യങ്ങൾ കാണിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഷിയ മേധാവിത്വമുള്ള ഇറാന്റെ നേതൃത്വത്തിന് കീഴിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകുവാനുള്ള സാഹചര്യത്തെ ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഒരു വർഷത്തെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളുടെയും യുദ്ധത്തിന്റെയും ഫലമായി ഹമാസ് ദുർബലമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തുടർന്ന് ഹിസ്ബുള്ളയും ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാനോ പ്രതിരോധിക്കുവാനോ ഈ സംഘടനകൾക്കൊന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ലെബനൻ അതിർത്തി കടന്ന് ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുന്നതോടുകൂടി കരയുദ്ധം എത്രത്തോളം നീളുന്നുവോ അത്രയും കാലം ലെബനാനിലെയും ഫലസ്തീനിലെയും ജനങ്ങൾ തീർത്തും നരകീയമായൊരു ജീവിതത്തിലേക്ക് അവർ നയിക്കപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഈ സംഘടനകൾക്കെതിരെ ജനങ്ങൾ തന്നെ തിരിയുകയും ഈ പ്രസ്ഥാനങ്ങളെ അവസാനിപ്പിക്കുന്നതിന് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ സാധ്യത. അത്തരമൊരു സാഹചര്യത്തെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. എന്നാൽ ഈ യുദ്ധം ഒരുവിധം കെട്ടടങ്ങുകയാണെങ്കിൽ, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലെ രാഷ്ട്രീയ വ്യതിയാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ലോകക്രമമായിരിക്കും വരാനിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സൗദിയുടെ നേതൃത്വത്തിൽ ഒരു അറബ് ധ്രുവീകരണത്തിനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത്. ഒക്ടോബർ 7 മുമ്പ് ഇസ്രായേലും സൗദി അറേബ്യയും നയതന്ത്ര ബന്ധ പുനഃസ്ഥാപനത്തിനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്ന നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തൽ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് ധ്രുവീകരണം എന്ന് പറയുമ്പോൾ നിലവിൽ ഇറാന്റെ മേധാവിത്വത്തിലുള്ള ഫലസ്തീൻ വിമോചന സമരത്തിന്റെ മുഖം മാറ്റപ്പെടുകയും സൗദി അറേബ്യ മുൻകൈയെടുത്തുകൊണ്ടുള്ള ഒരു വിമോചനത്തിന്, ഒരു പരിഹാരത്തിനുള്ള വാതിൽ തുറക്കപ്പെടുകയും ചെയ്യും എന്നാണ് മനസ്സിലാവുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ പ്രഭാഷണം, അതായത് ഇറാൻ ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ടുള്ള പ്രഭാഷണത്തിൽ ഇതിലേക്കുള്ള വ്യക്തമായ സൂചനകൾ അടങ്ങിയിട്ടുണ്ട്. ആ പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. I speak a lot about the leaders of Iran. Yet at this pivotal moment, I want to address you, the people of Iran. ഇറാൻ ഭരണകൂടത്തോട് ഒന്നും തനിക്ക് പറയാനില്ല എന്ന ആമുഖത്തോടു കൂടിയായിരുന്നു നെതന്യാഹു തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. എനിക്ക് പറയുവാനുള്ളത് നിങ്ങളോടാണ്, അതായത് ഇറാനിലെ ജനങ്ങളോടാണ്. യാതൊരു ഇടനിലക്കാരുമില്ലാതെ നിങ്ങളോട് എനിക്ക് നേരിട്ടാണ് സംസാരിക്കുവാനുള്ളത്. എല്ലാ ദിവസവും നിങ്ങളുടെ ഭരണകൂടം ഗാസയുടെയും ലെബനാനിന്റെയും പേരിൽ തീക്ഷ്ണമായ വാഗ്ധോരണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും യുദ്ധത്തിന്റെയും അന്ധകാരത്തിന്റെയും ആഴങ്ങളിലേക്കാണ് നിങ്ങളുടെ ഭരണകൂടം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ദൈത്ത്, നസറുള്ള തുടങ്ങിയ നേതാക്കന്മാർ ഓരോ ദിവസവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് എത്തിപ്പെടുവാൻ സാധിക്കാത്ത ഒരു പ്രദേശവും മിഡിൽ ഈസ്റ്റിലില്ല. ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഞങ്ങളുടെ പൗരന്മാരെയും സംരക്ഷിക്കുവാൻ ഏത് അറ്റം വരെയും ഞങ്ങൾക്ക് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്കും ഉപയോഗിക്കേണ്ട രാജ്യത്തിന്റെ സമ്പത്ത് ആയുധങ്ങൾക്കും ന്യൂക്ലിയർ പദ്ധതികൾക്കും വേണ്ടിയാണ് നിങ്ങളുടെ ഭരണകൂടം ചിലവഴിക്കുന്നത്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള യാതൊരു ആകുലതകളും നിങ്ങളുടെ ഭരണകൂടത്തിനില്ല. ഈ ഭരണകൂടത്തിൽ നിന്നും ഇറാൻ സ്വതന്ത്രമായാൽ സമാധാനം സ്ഥാപിക്കപ്പെടും. ജൂത സമൂഹവും പേർഷ്യൻ സമൂഹവും സ്വാതന്ത്ര്യവും സമാധാനവും ആസ്വദിക്കും. അവസാനം ഇസ്രായേലിന്റെയും ഇറാന്റെയും സമാധാനത്തിലേക്ക് നയിക്കപ്പെടും. 10,000-കണക്കിന് വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള രാജ്യത്തെ ഏതാനും വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും അവകാശപ്പെട്ടതൊക്കെയും നഷ്ടപ്പെടുത്തരുത്. ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടണം. മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനുള്ള അവകാശം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുണ്ട്. ഒരു ശോഭനമായ ഭാവി നിങ്ങൾക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ചവിട്ടിയരക്കപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം,
അഭിവൃദ്ധിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിൽ ഇസ്രായേൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ സൗദി കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ പരിവർത്തനത്തിനുള്ള സാഹചര്യമായിരിക്കും ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത്.